ഓച്ചിറ ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഓച്ചിറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് BS വിനോദിന് സ്വീകരണം നൽകി. കരുനാഗപ്പള്ളി ആദിനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയാണ് സ്വീകരണം നൽകിയത്. ഓച്ചിറ ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഓച്ചിറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് BS വിനോദിനാണ് ആദിനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സ്വീകരണം നൽകിയത്. സ്വീകരണ സമ്മേളനം CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ഭാവനാപൂർണമായ പദ്ധതികളിലൂടെ അവശത അനുഭവിക്കുന്നവർക്ക് അത്താണിയാകുവാൻ BS വിനോദിന്റെ നേതൃത്വത്തിലുള്ള പുതിയ ക്ഷേത്ര ഭരണസമിതിക്ക് സാധ്യമാകട്ടെ എന്ന് MLA പറഞ്ഞു. ചിലരെങ്കിലും പറയുന്നതിനാണ് ഓച്ചിറ അമ്പലത്തിലെ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നതിന് ഇങ്ങനെ ഒരു സ്വീകരണം നടത്തുന്നത്. ഇതിനു മുമ്പ് പല സെക്രട്ടറിമാരും ഉണ്ടായിട്ടില്ലേ? പിന്നെ ഇതിനാണ് ഈ സെക്രട്ടറിക്ക് ഒരു പ്രത്യേകത, ഈ സ്വീകരണത്തിനൊരു പ്രത്യേകത. എല്ലാവരും ഉണ്ടാകുന്ന ഒരു ആശയക്കുഴപ്പം. പക്ഷേ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അവിടെ നടന്നതൊരു വലിയ പോരാട്ടമാണ്, ഒരു വലിയ മത്സരമാണ്. 52 കരകൾ അസംബ്ലി തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നടത്തിയ അതേ വാശിയോടുകൂടിയ പ്രവർത്തനം. നമ്മളിൽ ചില ആളുകൾ ചില ആശയക്കുഴപ്പം കൊണ്ട് അക്കരത്തെ പാളയത്തിൽ ഉണ്ടായിരുന്നെങ്കിലും നമ്മളെ ഏറ്റുമുട്ടിയത് പല ഘട്ടങ്ങളിലും വർഗീയ കക്ഷികളുമാണ്. അസംബ്ലി തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പ് എന്നുള്ളത് കൊണ്ട് അവിടെ എന്തെങ്കിലും കയ്യോത്തം പറ്റിയിരുന്നുവെങ്കിൽ അത് കരുനാഗപ്പള്ളി അസംബ്ലി മണ്ഡലത്തിൻ്റെ റിസൾട്ടിന് മാത്രമല്ല, കായംകുളം അസംബ്ലി മണ്ഡലത്തിൻ്റെ റിസൾട്ടിന് മാത്രമല്ല, മാവേലിക്കര അസംബ്ലി മണ്ഡലത്തിൻ്റെ റിസൾട്ടിന് മാത്രമല്ല, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെല്ലാം അത് നമ്മളെ ബാധിക്കുകയാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ മാനം ഓച്ചിറ ക്ഷേത്ര ഭരണസമിതിയിലേക്കുണ്ടായ തെരഞ്ഞെടുപ്പുണ്ടായി. DCC ജനറൽ സെക്രട്ടറിമാരായ K രാജശേഖരൻ, നീലികുളം സദാനന്ദൻ, കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R അരുൺരാജ്, KS പുരം സുധീർ, ഇർഷാദ് ബഷീർ, ചിന്നു സുനിൽ, ലാലരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ BS വിനോദിന് ഉപഹാരങ്ങൾ നൽകി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.